ചായ. ആ ദാ വരുന്നേട്ടാ. ദൈവമേ, ചൂടാറിപ്പോയല്ലോ. ചൂടില്ലാത്ത ചായ കൊടുത്ത പിന്നെ കൊന്നു തിന്നു. ഗീതേ. ആ വരുന്നേട്ടാ. ഒരു ചായ വേണമെങ്കിൽ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. എടുത്ത് കുടിക്കാനുള്ള ആരോഗ്യം അവനില്ലേ? എടി പെണ്ണെ, നീ നിന്റെ കാര്യം നോക്ക്. പിള്ളേരെ രാവിലെ സ്കൂളിൽ വിടാനുള്ളതാ. അയ്യോ എന്റെ അമ്മ, എനിക്ക് പേടിയാ. ഈ ചായ കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇത് അത് മതി. ഇന്നത്തെ ദിവസം മൊത്തം പോയി കിട്ടാൻ. തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ദേഷ്യമായിരിക്കും. പിന്നെ ഒക്കെ നീ ശീലപ്പെടുത്തിയിട്ടാ. കല്യാണത്തിന് മുന്നേ ഈ അടവൊന്നും അവൻ എൻ്റെ അടുത്ത് കാണിക്കില്ലായിരുന്നല്ലോ. എൻ്റെ അമ്മ ഏട്ടൻ്റെ സ്വന്തം അമ്മ ആയതുകൊണ്ട് അമ്മ ഒന്നും ചെയ്യില്ല. എൻ്റെ കാര്യം അതുപോലെയല്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തല്ലുകൊണ്ട് ഞാൻ ചാവും. എനിക്ക് വയ്യ, വെറുതെ എന്തിനാ. ദാ വരുന്നേട്ടാ, ഇത് കൊടുത്തിട്ട് വരാം. കീതേ ഈ കീത ഒരു ദിവസം ഇവിടെ നിന്ന് ഇല്ലാതായ എന്ത് ചെയ്യുമെന്തോ. നല്ല പുടയ്ക്കാത്തതിന്റെ കുറവാ. എനിക്ക് ആരോഗ്യം ഇല്ലാതായി പോയി. ഗുഡ് മോർണിംഗ് അച്ഛമ്മേ. എന്തോ അച്ഛമ്മ ഇത്? എന്നും ഈ പയറേറി മാത്രമേ ഉള്ളൂ? എന്റെ കാർത്തും അത് അപ്പൂനുള്ളതാ. നിനക്കുള്ള മുട്ട പൊരിച്ച ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പോരാത്തതിന് നിനക്ക് ഇഷ്ടമുള്ള തൈരും ചമ്മന്തിയും ഒക്കെ ഉണ്ട്. ഇതൊക്കെ പോരെ? അതെന്തോന്നടി ഒരു സ്പെഷ്യൽ കൊടുപ്പ്? പയറ് കറി തിന്നാ നിന്റെ തൊണ്ടയിൽ എന്തടി ഇറങ്ങൂലേ? അച്ഛമ്മയ്ക്ക് എന്ത്? അച്ഛമ്മയ്ക്ക് എന്താന്നാ? ഒന്നുമില്ലെങ്കിൽ നീ ഒരു പെണ്ണല്ലേടി. നിന്റെ അമ്മ ഇവിടെ കിടന്ന് പണിയെടുക്കണം നീ കണ്ടാ? ഓ പിന്നെ, ഉള്ളത് കഴിച്ചിട്ട് പോയാൽ നിനക്ക് എന്തടി? എനിക്കൊന്നും വേണ്ട. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, വെറുതെ വീട്ടിൽ കുത്തിയിരിക്കയല്ലേ. നിർത്തടി രസത്തെ. നിന്റെ അമ്മ വല്ല പണിക്ക് പോയാലേ നിന്റെ അനിയനെ വളർത്തി ഇങ്ങനെ ആക്കി വിടുവായിരുന്നാടി. ആ കോന്തനെ കൊണ്ട് വല്ലതും പറ്റുമായിരുന്നാ നിന്നെയൊക്കെ വളർത്തി ഇങ്ങനെ വർത്താനം പറയാൻ വിടായി? അച്ഛനൊന്നും പറയണ്ട. അച്ഛൻ അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടമ്മ. ഞാനിപ്പോ ചെയ്യുന്നതിന്റെ വിലയൊന്നും അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ മനസ്സിലാവുന്ന ഒരു ദിവസം വരും. അതിന് അവളും ഒരമ്മയാവണം. അന്ന് അവൾ ഇതൊക്കെ ഓർത്ത് വിഷമിച്ചോളും. ഗീതേ. ഗീതേ. ആ എന്തോന്നടി ഇത്? ആ ഹാൻഡ് വാഷ് കഴിഞ്ഞല്ലോ, നിനക്കതൊന്ന് നിറച്ചു വെച്ചുകൂടി? അയ്യോ ഏട്ടാ, സ്റ്റോർ റൂമിലുണ്ട്. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇനി അത് ഞാൻ പോയി എടുത്തോണ്ട് വരണോ? ഇല്ല, ഞാൻ എടുത്തോണ്ട് വരാം. എടി നീ ചോദിക്കണ എല്ലാം ഞാൻ ഇവിടെ വാങ്ങിച്ചോണ്ട് വരുന്നുണ്ട്. നിനക്ക് അതൊക്കെ ഒന്ന് നോക്കിയും കണ്ട് ചെയ്തുകൂടി? ഏട്ടാ, ഇന്നലെ തിരക്കിനിടയിൽ വിട്ടുപോയതാ. ഇത്ര വലിയ തിരക്കെന്തോണ് നിനക്ക്? നിനക്ക് കഴിച്ചിട്ട് ഇവിടെ വെറുതെ ഇരിക്കണ തന്നെയല്ല പണി. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇനിയിപ്പോ വേണ്ട, വിളമ്പാൻ നോക്ക്, സമയമായി പോവാൻ. അമ്മ മാറ്റി തരണേ. ഇരിക്കുമ്പോൾ ഇരിക്കും. ഇന്ന് പാരന്റ്സ് മീറ്റിംഗ് ആണ്. അയ്യോ, എന്നാടാ? അച്ഛനിന്ന് അർജന്റ് മീറ്റിംഗ് ഉണ്ടല്ലോ. ഞാൻ വന്നാ മതിയോ മോളോ? വേണ്ട, അമ്മ വന്നിട്ട് വേണം ഇനി എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം വിളിച്ച് പറഞ്ഞിട്ട് എന്നെയും കൊണ്ട് നാളാൻ കിടക്കാൻ. മോളൊരു കാര്യം ചെയ്യും, ടീച്ചറിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മതി. അച്ഛൻ നേരത്തെ കേട്ടാ. പഠിപ്പും വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ഭാര്യയെ കിട്ടിയാ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റും അല്ലേ? ഓ പിന്നെ നീ വലിയ സായിപ്പല്ലേ. നീ 10ാം ക്ലാസ് കോപ്പി അടിച്ചല്ലേടാ എങ്ങനെയെങ്കിലും ജയിച്ചത്. നിനക്ക് പിന്നെ എന്തോന്നറിയാം? നാലാളിന്റെ കൂടെ ഇടപഴകണോണ്ട് നിനക്ക് ഇംഗ്ലീഷ് അറിയാം, അല്ലാതെ പിന്നെ നിനക്ക് എന്തെങ്കിലും അറിയാടാ? അമ്മ ഇപ്പൊ എന്തിനു ഇങ്ങോട്ട് വന്നത്? വയ്യാത്തതല്ലേ, ആ റൂമിൽ തന്നെ ഇരുന്നാ പോരെ? അയ്യടാ, എന്നെ റൂമിനകത്ത് അങ്ങ് പിടിച്ച് അടച്ചിരുത്താന്ന് നീ വിചാരിക്കണ്ട. നിന്റെ ഒച്ച വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നെയാണ് നീ.
എടി കൊച്ചേ, നിന്റെ പണിയൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? എവിടുന്ന് അമ്മ? ആ സ്റ്റോർ റൂമും കൂടെ വൃത്തിയാക്കണം. അപ്പു കളിപ്പാട്ടങ്ങളൊക്കെ വാരി വലിച്ചിട്ടേക്കുവാ. നീ വല്ലതും കഴിച്ചായിരുന്നോ? മണി 10-12 ആണോ? ഷോ, ഞാൻ കഴിക്കാനിരുന്നപ്പോഴാണ് ആ മീൻകാരൻ വന്നത്. മീൻ മേടിച്ച് വെട്ടി കറിയൊക്കെ വെച്ച് വന്നപ്പോഴത്തേന് മഴ പെയ്തു. ഉണക്കാനിട്ടിരുന്ന തുണി എടുത്തോണ്ട് വന്നതാ. എന്നാ പിന്നെ കൈയോടെ അങ്ങ് മടക്കി വെക്കാന്ന് വിചാരിച്ചു. എൻ്റെ കൊച്ചേ, നിന്റെ ആരോഗ്യം നീ ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാം. എനിക്കോ അവനോ പിള്ളേർക്കോ വല്ലതും വന്നാൽ നീ ഉണ്ട് നോക്കാൻ. നിനക്ക് എന്തേലും വന്നാൽ ഒരു ഈച്ച കുഞ്ഞുങ്ങളോ പോലും ഇവിടെ ഇല്ലേ? എനിക്ക് ആവതുണ്ട്, ഞാൻ നോക്കൂ, അത്ര തന്നെ. ഞാൻ കഴിച്ചോളാം അമ്മ. അമ്മ അവിടെ വെച്ചോ, ഞാൻ വന്നിട്ട് മടക്കി വെച്ചോളാം. പോയി കഴിക്കും. മണി 10-12 മാട് പോലെ പണിയെടുത്തിട്ട് യാതൊരു കാര്യവും ഇല്ലേ? അമ്മ അമ്മ ഒന്ന് വേഗം വരുന്നുണ്ടോ? ഇടി, അല്ലെങ്കിലും നിന്റെ അമ്മയ്ക്കുള്ള സ്വഭാവം എവിടെയെങ്കിലും പോവാൻ നേരത്തെ ഇത്ര താമസിച്ചിറങ്ങും. അത് ശരിയാ. എന്തിനാ കാർത്തു ഇങ്ങനെ കാരണത്? ഞാൻ അമ്മയ്ക്ക് മരുന്ന് എടുത്തു കൊടുക്കായിരുന്നു. ഇത് എന്തോ നമ്മ ഇത്? ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? ഇത് ഒരുമാതിരി പഴഞ്ച ഡ്രസ്സായി പോയി. ഇത് പഴഞ്ച ഡ്രസ്സൊന്നും അല്ല. ആ, ഇല്ല ഇല്ല, നല്ലതാ. അത് നിനക്ക് നല്ലവണ്ണം ചേർന്നു. എന്റെ ഒരു ഗതികേട്. അല്ലെങ്കിൽ എനിക്ക് വരാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാമത് അമ്മ വയ്യാണ്ടിരിക്കുക. അമ്മ നിർബന്ധിച്ചോണ്ടാ ഞാൻ വരാൻ തീരുമാനിച്ചത്. എടി, നീ വരുന്നെങ്കി വാ, അല്ലാതെ കൂടുതൽ ഷോ കാണിക്കാൻ നിൽക്കല്ലേ. അതൊന്നും കാണിച്ച ഇവിടെ ആരും മൈൻഡ് ചെയ്യില്ല, അല്ലേ മോളെ? ആ, ഷോ ഒന്നും അല്ല ഏട്ടാ. അല്ലെങ്കിൽ രാത്രിയിൽ സിനിമയ്ക്ക് വരാൻ എനിക്ക് താല്പര്യമില്ല. ഒന്നാമത് നല്ല ക്ഷീണമുണ്ട്. നിങ്ങൾ പോയിട്ടോ. അച്ഛാ, വെറുതെ സമയം വെച്ചേ വാ, നമുക്ക് പോവാം. മോനെ, നീ വരുന്നുണ്ടോ? അത് അമ്മയിലൂടെ നിൽക്കുന്ന വരാത്ത എന്ത്? മക്കള് പോയിട്ടോ. ശരി. വാടാ. മോള് സിനിമയ്ക്ക് പോയില്ലേ? ഇല്ലമ്മ. എന്തു പറ്റി? അവരുടെ കൂടെ പോകാനുള്ള അറിവ് സ്റ്റാറ്റസ് ഒന്നും എനിക്കില്ലമ്മ. അച്ഛനും മോൾക്കും ഞാൻ കൂടെ പോകണം നാണക്കേടാണെന്ന് പറഞ്ഞു. എനിക്ക് മതിയായോ? ഇങ്ങോട്ട് നോക്ക്. എന്റെ മോള് കരയാതെ. മോള് കരഞ്ഞ അമ്മയും കരയും. ആര് പറഞ്ഞ് എന്റെ മോക്കറിവും സ്റ്റാറ്റസും ഒന്നും ഇല്ലെന്ന്? അത് കാണാതെ പോയ കണ്ണ് അവന്മാർക്കില്ല. അഹങ്കാരം കൊണ്ട് കണ്ണ് മഞ്ഞളിച്ചിരിക്കുക. എന്റെ പൊന്നു മക്കൾ കരയാതെ. കരയാ.
കരയല്ലേ നീ കരയല്ലേ? ഞാൻ പറഞ്ഞില്ലേ കരയില്ലെന്ന്. അമ്മ ഉണ്ടല്ലോ. എന്തോന്ന് എഴുതിയമ്മ ഇത്? എരിവാണോ? അത് മോക്ക് മനസ്സിലായില്ല. നമ്മളോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം കറിയിൽ എരിവിടുന്നതാണ്. നീയേ ഈ കുറുമയും കൂട്ടി കഴിച്ചു. എനിക്ക് വേണ്ട. എന്താണ് നീ കാണിച്ചേ? എത്ര കുഞ്ഞുങ്ങളെന്നറിയോ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ വിശന്ന് വലയുന്നേ? കഴിക്കടി. എന്താ അഹങ്കാരം നിനക്ക്? കഴിക്കാനാ പറഞ്ഞേ. കൊച്ചിനെങ്ങാനും അടിച്ചോണ്ടല്ല എന്റെ കയ്യിൽ നിന്ന് നല്ല വാങ്ങിക്കും. ഏട്ടാ അവള് ചെയ്തത് എന്താന്ന് ഏട്ടൻ കണ്ടതല്ലേ? എന്നും പറഞ്ഞ് നീ ഉണ്ടാക്കുന്ന ചപ്പും ചവറും എല്ലാം അവള് കഴിക്കണമെന്നുണ്ടാ? നിർത്തടാ. അവൾ ഉണ്ടാക്കണതേ ചപ്പ് ചവറാണെങ്കിൽ കണക്കായി പോയി. നിന്നെ പോലുള്ള കന്നുകാലികൾക്ക് ചപ്പ് ചവറുകൾ തന്നെ ധാരാളം. അമ്മ ഒന്നും മിണ്ടാതിരിക്കോ? ഡീ, കൊച്ചുനാള് മുതലേ നിന്റെ തീട്ടവും മൂത്രവും കൊരി നിനക്ക് വയ്യാതാവുമ്പോ ഉറക്കം ഒളിച്ചിരുന്ന് നിന്നെ ശുശ്രൂഷിക്കുന്നതേ ദേ നിന്റെ തന്തയല്ല, നിന്റെ അമ്മയാ. നിനക്കേ കൊച്ചുനാളില് കരപ്പം വന്ന് ദേഹം മുഴുക്കെ ചലവും പഴുപ്പുമായിട്ട് കിടന്നപ്പോഴേ നിന്റെ ഈ വൃത്തിക്കാര സ്റ്റാറ്റസ് ഉള്ള തന്ത നിന്നെ തെരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, അറിയാവോ? അന്നും എന്റെ ഈ മോളെ ഉള്ളുവായിരുന്നു നിന്നെ നോക്കാൻ, നിനക്കറിയാവോ? അന്നൊക്കെ ഞാനും ഇവളോട് ഒരുപാട് അമ്മായിയമ്മ പോലെ എടുത്തിട്ടുണ്ട്. അവസാനം ഞാൻ വയ്യാതായി കിടന്നപ്പം എന്റെ ഈ മോനോ എന്റെ 2 പെമ്മക്കളോ എന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്റെ മോളെ എന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിനൊക്കെ ദൈവത്തോട് ഒരുപാട് മാപ്പ് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്, അറിയാവോ? അമ്മയൊന്നും മിണ്ടാണ്ടിരിക്കമ്മ. ഇനിയിപ്പോ ഇതൊക്കെ എന്തിനാ പറയണത്? ഞാൻ പറയും. എനിക്കിനി എത്ര കാലം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പറയാതെ പിന്നെ ആരെവനോടൊക്കെ ഇത് പറയും? ഡാ, നീ ഈ പാവം പെണ്ണിനോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് ദൈവം നിന്നോട് ചോദിക്കും. ഈ കാർത്തു, നിന്റെ കൂട്ടുകാരികളുടെ അമ്മമാരെ പോലെ ഇവക്ക് ജോലിയൊന്നും കാണില്ലായിരിക്കും, പക്ഷെ ഇവക്കുള്ള മനസ്സ് ആർക്കും കാണില്ല. ഇവളൊരൊറ്റ ഒരുത്തി ഉള്ളത് കൊണ്ടാ ഈ വീട് നിലനിന്ന് പോകുന്നത്. ഇവളൊരുത്തി പണി മുടക്കിയ ഈ വീടിന്റെ താളം കംപ്ലീറ്റ് പോകും. എന്തിനാണ് അമ്മ ഇങ്ങനെ ഒച്ചയെടുക്കുന്നത്? ഒച്ചയെടുത്ത് നമുക്ക് വയ്യാണ്ടാവുന്ന അറിയില്ലേ? എനിക്ക് വേണ്ടി സംസാരിക്കാൻ അമ്മയെങ്കിലും ഉണ്ടല്ലോ ഇവിടെ. എനിക്കത് മതി. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്തോ ഞാൻ ഇറങ്ങിപ്പോയനെ. കുഴപ്പമൊന്നുമില്ലമ്മ. അമ്മ സോറി അമ്മ. അയ്യേ, അതിന് അമ്മയ്ക്ക് വിഷമമൊന്നുമില്ല മോളെ. ഇത് മുഴുവനും കഴിക്കണോട്ട. അയ്യോ അയ്യേ, കാർത്തുന്തിനൊക്കെ അറിയണേ? അമ്മ എനിക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്, അതെനിക്ക് മനസ്സിലാവുന്നില്ല. ആരെ പറഞ്ഞ അമ്മയ്ക്ക് കഷ്ടപ്പാടാന്ന്? അമ്മയ്ക്ക് ഒരു വിഷമമില്ല. കറുത്തുവേ കരച്ചിലൊക്കെ മാറ്റിയിട്ട് നല്ല കുട്ടിയായിട്ട് സ്കൂളിൽ പോയിട്ടോ കേട്ടോ. ഐ ലവ് യു അമ്മ.
അടുത്ത് തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വന്നത്. ആ എത്ര നാളായിന്നറിയോ അവൾ എന്നോട് സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചിട്ട്. നീ വളർത്തിയതുകൊണ്ടാ മോളെ അവക്ക് തെറ്റേത് ശരി ഏതെന്ന് മനസ്സിലാക്കി നിന്നോട് സോറി പറയാൻ തോന്നിയത്. എൻ്റെ മോനെ തെറ്റേത് ശരി ഏതെന്നൊന്നും തിരിച്ചറിഞ്ഞ് വളർത്താൻ എനിക്ക് പറ്റിയില്ല. അതെൻ്റെ തെറ്റ്. നീ നോക്കിക്കോ, അവൻ ഒരു ദിവസം നിന്റെ വില മനസ്സിലാക്കും, അതെനിക്ക് ഉറപ്പാ. ചില പാഠങ്ങളൊക്കെ മനസ്സിലാക്കിപ്പിച്ചിട്ടേ ജീവിതം പോകുള്ളൂ മോളെ.